ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ ഈ വരുന്ന വഴിക്ക് ഒരു ടർഫുണ്ട്. അവിടെ നല്ല മറ്റേ ഫുട്ബോൾ കളി നടക്കുന്നുണ്ട്, മാച്ച് നടക്കുന്നുണ്ട്. അന്നേരം അതൊന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. എന്താ പറയുക, കുറേ ആൾക്കാരുണ്ട്. മൂന്നാല് ടീമുണ്ടെന്ന് തോന്നുന്നു. അവരിങ്ങനെ മാറി മാറി കളിക്കാൻ. അത് കണ്ടിട്ട് വരാം. പണ്ട് നമ്മൾ ഞാനൊന്നും ടർഫിലൊന്നും കളിച്ചിട്ടില്ല കേട്ടോ. പണ്ട് ഇപ്പോൾ ചെറുപ്പത്തിൽ കുറേ നാളായി ഫുട്ബോൾ കളിച്ചിട്ട്. അന്നേരം ചെറുപ്പത്തിൽ എന്താ പറയുക, സാധാരണ കണ്ടമില്ലേ, കണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, നെല്ലിൻ്റെ വയലില്ലേ, വയൽ ആ വയലിലൊക്കെ പോയിട്ട് ഇങ്ങനെ ചെളിക്കകത്തൊക്കെ പോയി കാടനടി തല്ലും അതും ഇതെല്ലാം ഇങ്ങനെ അടിച്ചതാണ്. അന്നേരം എന്താ പറയുക, പ്രത്യേക ഒരു ആവേശമാണ്. ഇത് ഒന്നും നോക്കൂല, ആ സമയത്ത് ഗോളാണോ എന്താണോ ഒന്നും നോക്കൂല, ഈ അടി തന്നെ. പാസിട്ട് കൊടുക്കും കാര്യമൊന്നുമില്ല, നമ്മൾ ഒറ്റയ്ക്ക് ഗോളടിക്കാൻ നോക്കും. ഈ പന്തൊക്കെ അടിക്കുന്ന വേണ്ട അന്നൊക്കെ ഒന്നും അറിയില്ല, കാലൊക്കെ ഉളുക്കി ഒന്നും പറയണ്ട. പിന്നീട് വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഭയങ്കര വഴക്കായിരിക്കും. പാതിരാത്രി ആകും പിന്നെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ പേടിയാണ്. വഴക്ക് പറയും, നീ എവിടെ പോയി കിടക്കുവാടാ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അതൊക്കെ പ്രത്യേക ഫീലായിരുന്നു ഇപ്പോൾ ഓർത്ത് നോക്കുമ്പോഴത്തേന്. സമയം കഴിഞ്ഞ് പോകുമ്പോൾ ഏകദേശം കുറേ സമയമായി കേട്ടോ. എന്നിട്ടും ഇത് കാണാമെന്നൊക്കെ വിചാരിച്ച് മിക്കവാറും ഞാൻ കാണലുണ്ട്. പക്ഷേ അന്നൊന്നും എന്താ പറയുക, പിറ്റേ ദിവസം ശനിയാഴ്ച എങ്ങാണ്ടോ ഇത് നടക്കുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് അങ്ങനെ നിൽക്കാമെന്ന് വിചാരിച്ചു. ഒരു ദിവസം കൂടി ലീവ് കിട്ടിയില്ലേ, അല്ലെങ്കിൽ പിന്നെ നിൽക്കില്ല. അല്ലെങ്കിൽ ഇപ്പം മഴയും പെയ്യാറായി ഏകദേശം. വീട്ടിൽ പോയിട്ട് പിന്നെ ഉറങ്ങാനുള്ള സമയം കിട്ടുള്ളൂ. പിറ്റേ ദിവസം ഒരു ലീവ് ആയതുകൊണ്ട് മാത്രം അങ്ങനെ നിന്നാ. മഴ പെയ്യുന്നതിൻ്റെ വീട്ടിലൊക്കെ തിരിച്ചു വിടാമെന്ന് വിചാരിച്ചു. ടീം നല്ല ഉഷാറ് ടീമാണ് കേട്ടോ. അടിപൊളി കളിക്കാരാ. എന്താ പറയുക, നല്ല പിള്ളേരെ, അടിപൊളി കോച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇവർക്ക്. പ്രത്യേകം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ നമ്മൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം മിക്ക ആൾക്കാരും ഇപ്പം ഇങ്ങനത്തെ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോവുക, കിടക്കുക. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഫുട്ബോളോ ക്രിക്കറ്റോ അല്ല ഷട്ടിലോ ഇങ്ങനെയൊക്കെ കളിക്കാൻ വേണ്ടി പോകണം. എന്താ പറയുക, പ്രത്യേക ഒരു വ്യായാമം, എക്സസൈസൊക്കെ നമുക്ക് മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആകാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഇങ്ങനെയൊക്കെ വന്നിട്ട് കൂട്ടുകാരൊക്കെ ഒന്നിച്ച് നല്ല അടിപൊളി കളി, പ്രത്യേക വൈബാണ്. ചിലവരൊന്നും അങ്ങനെ പോകത്തില്ല. ഞാനൊക്കെ ഇപ്പം എന്താ പറയുക, കൂട്ടുകാരൊക്കെ ഉള്ള സമയത്താണ് കുഴപ്പമില്ല. ഇപ്പം നേരെ രാവിലെ പണിക്ക് പോകും, വൈകുന്നേരം ആകുമ്പോൾ വരുമ്പോൾ പിന്നെ ഒരു ദിവസം ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴത്തേനും പിറ്റേ ദിവസം പിന്നെ രാവിലെ പോകണ്ടേ. പിന്നെ ഒരു ഇതായിരിക്കും, ഉറക്കക്ഷീണവും കാര്യങ്ങളൊക്കെ. നേരത്തെ കിടന്ന് ഇപ്പോൾ വണ്ടിയിൽ പോകുന്നതുകൊണ്ട് വണ്ടിയിൽ നമ്മൾ നേരത്തെ കിടന്ന് ഉറങ്ങുകയൊക്കെ വേണം. അല്ലെങ്കിൽ പിന്നെ ഉറക്കം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ശരിയാവില്ല, വണ്ടി പോകുന്നതല്ലേ.
അല്ല ഇത് ഓരോ ടീമിന് മാനേജർ അല്ല ഇവരില്ലേ ട്രെയിനിങ് കാര്യമില്ല. പിടിക്കണ്ട വിസിലുണ്ട് വിസിലുണ്ടാ നോക്കി കളിക്കാം ജ്യൂസ് കളിക്കല കളിപ്പിക്കണ്ടേ ഗോളി 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 ഗോളി
ഏകദേശം സമയം കേട്ടോ, ഞാൻ പോകുന്നൊക്കെ വിചാരിച്ചാണ്. പിന്നെ മഴ പെയ്യാറായിരുന്നു, അന്നേരം ഇറങ്ങാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ വീട്ടിലൊക്കെ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുളിച്ചൊക്കെ കിടക്കുമ്പോൾ തന്നെ ഒരു സമയം. ഇപ്പോൾ തന്നെ ഒരു 10 മണി 10:30 എങ്ങാണ്ടായിരുന്നു. 10:30 കഴിഞ്ഞു. 11 മണിക്ക് അടുത്താകാറെങ്ങാണ്ടായി. എന്നാൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ. ഓക്കെ, സി.